ഹലോ എവരിവൺ, വെൽക്കം ടു ലിജോസ് ന്യൂ ബിഗിൻ വേൾഡ്. നമ്മൾ ഇന്ന് ഹാമിൽട്ടണിലെ മാഷ്മിഡോയിലുള്ള ഒരു ലാവണ്ടർ ഫാം സന്ദർശിക്കാൻ എത്തിയിരിക്കുക കേട്ടോ. ലാവണ്ടർ ഫാം നിങ്ങൾ കണ്ടോ? എത്ര സുന്ദരമാണെന്ന് നോക്കിയേ. നല്ല റിലാക്സിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കേട്ടോ. നല്ല പർപ്പിൾ കളറിലുള്ള പൂക്കളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ കൂടെ, നമ്മളെല്ലാരും കൂടെ ഈ ഫാമിലിയോടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ്, അതുകൾക്ക് തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. ലാവണ്ടർ മൂഡ് ഇംപ്രൂവ് ആക്കാൻ വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന സാധനം കേട്ടോ. അത് നമുക്ക് ഹൈലി സ്ട്രെസ്സും ആങ്ഷ്യസും ഒക്കെ ആയിട്ടുള്ളവരുടെ റൂമുകളിൽ ഈ ലാവണ്ടർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റിലാക്സിങ് ആയിട്ടുള്ള ടൈം കിട്ടുമെന്നാണ് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ ഒക്കെ ഒത്തിരി ഇംപ്രൂവ് ആകും. പിന്നെ ഇത് ഒത്തിരി ആന്റി മൈക്രോബിയലും ആന്റി ഇൻഫ്ലമേറ്ററി ഒക്കെ ആണ്. അപ്പൊ 2 ടൈപ്പിലുള്ള ലാവണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. അതില് ഒരു ലാവണ്ടർ അരോമ തെറാപ്പിക്ക് യൂസ് ചെയ്യണം, അതായത് അതിന്റെ സ്മെല്ലാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേത് വരുന്നത് ഫുഡിലൊക്കെ നമുക്ക് ഇടാവുന്ന ടൈപ്പിലുള്ള ലാവണ്ടേഴ്സ്. അത് പ്രത്യേകിച്ച് ഈ ഫ്ലേവറിങ്ങിനൊക്കെ ആയിട്ട് ചേർക്കാറുണ്ട്. ഇതിലോട്ടൊന്ന് നോക്കിക്കേ, നിറച്ച് ബീസായിട്ടോ. ബീസ് ഇപ്പോണ്ട് അതുകണക്ക് തന്നെ വണ്ടുകളും ഉണ്ട് കേട്ടോ, നിറച്ച. പക്ഷെ നമ്മളെ ആരും ഉപദ്രവിക്കുന്നില്ല, നമ്മൾ അതിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒന്നും നമ്മൾ ഉപദ്രവിക്കുന്നില്ല. അവർ ആ ലാവണ്ടറിലുള്ള ആ സ്മെല്ലായിരിക്കും അവർ അട്രാക്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഒരു ചെറിയ ഫാമാണ് ഇത്, പക്ഷെ അത് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നമുക്ക് കാണാം പല റോയിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, നടുവിലായിട്ട് നമുക്ക് നടക്കാനും ഇപ്പൊ ഫോട്ടോസ് ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ വെഡിങ്ങിന്റെ ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ വന്ന് എടുക്കാറുണ്ട് കേട്ടോ. അപ്പം ലാവണ്ടർ ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഇല്ലേ, ഇപ്പം ബ്ലോട്ടിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാസ് ഫില്ല് ചെയ്തപ്പോൾ നമുക്ക് ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുക, അതിനൊക്കെ ഈ ലാവണ്ടർ യൂസ് ചെയ്താൽ അതിന് നല്ല ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. നോക്കിക്കേ, ഈ പൂ തന്നെ ഒരു രസം കേട്ടോ. ഇത് മുകളിലോട്ട് ഇങ്ങനെ നീളമായിട്ടിരിക്കും, താഴെ നല്ല ലോങ് ആയിട്ടുള്ള സ്റ്റെം ആണ്. ഇതിന്റെ ലീഫ് ആണെങ്കിൽ വളരെ എന്താ പറയാ, നേർത്തൊരു ലീഫാ കണ്ടോ, നീളത്തിലിരിക്കുന്ന ലീഫ്. നമുക്കിത് കട്ട് ചെയ്യുമ്പം ഇതിന്റെ സ്റ്റെം ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിങ്ങനെ കുറച്ച് ബഞ്ചായിട്ട് എടുത്ത് നമുക്ക് നമ്മളുടെ ബോട്ടിലിനകത്ത് ഫിക്സ് ചെയ്യാം. അപ്പൊ അവർ ഞങ്ങൾക്ക് ഒരു ബോട്ടിൽ തന്നിട്ടുണ്ട്. അപ്പൊ ആ ബോട്ടിലിനകത്ത് നമുക്ക് ആവശ്യത്തിന് ലാവണ്ടർ എടുത്ത് നമുക്ക് അതിൽ ഫിക്സ് ചെയ്യാം. അപ്പൊ $12 ഒരു ബോട്ടിൽ നമ്മൾ ലാവണ്ടർ എടുക്കുന്നതിന് കേട്ടോ. ഇത് കുറേ ദിവസങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കും. എന്നിട്ട് അത് കഴിയുമ്പോൾ അത് ലാസ്റ്റ് ആയിട്ട് ഇതിങ്ങനെ ഷ്രെഡായിട്ട് അത് മുഴുവൻ താഴോട്ട് വീണ് അത് തീർന്നു പോകും. പക്ഷെ നമ്മുടെ വീട്ടിലിരിക്കുന്നിടത്തോളം ദിവസം ഇതിന് നല്ല സ്മെല്ലാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്താൻ സാധിക്കും കേട്ടോ. ആക്ച്വലി നല്ല സണ്ണുള്ള ഏരിയയിൽ നല്ല പ്രോപ്പർ ഡ്രെയിനേജ് ഒക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല പോലെ കിളുത്ത് വരും കേട്ടോ. ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു, പക്ഷെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് അതങ്ങ് പോയി കേട്ടോ. ഏതായാലും ഇനി വെച്ച് പിടിപ്പിക്കണം. ഇത് നല്ല രസമാണ്, നല്ല മണമാണ്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ രാവിലെയൊക്കെ എണ്ണീറ്റ് കഴിയുമ്പോൾ ആ മണം നിൽക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വെരി റിലാക്സിങ് ആണ്. ഞാൻ ഈ ഗാർഡനിൽ വന്നപ്പോൾ ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചേട്ടോ. ചില ലീവ്സ്, നമ്മുടെ ലീവ്സ് ഒക്കെ എല്ലാം ഒരു ഡിഫറെന്റ് ഷേപ്സാ. ഈ മരത്തിന്റെ ലീഫ് ഉണ്ട് ഒരു ഹാർട്ട് ഷേപ്പ്. ഇത് നോക്കിക്കേ, ഇത് നമ്മുടെ സാധാരണ നമ്മുടെ 10 മണിച്ചെടിയുടെ ഒക്കെ കണക്കിരിക്കും. റോസ്മേരിയുടെ ലീവ്സ് കണക്കിരിപ്പുണ്ട്, പക്ഷെ റോസ്മേരി അല്ല. അത് കണ്ടോ, നമ്മുടെ ആലില പോലെ ഇരിക്കുന്നത് കണ്ടോ, അതിന്റെ ഒരു നീളമൊക്കെ ഉണ്ട് ആലിലയുടെ, പക്ഷെ അത് ആലിലയല്ല. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഈ ബോട്ടിൽ നമുക്ക് ഈ ബോട്ടിലിന്റെ നിറച്ച് ആ ബഞ്ച് ഓഫ് ലാവണ്ടർ നമുക്ക് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഇതിനകത്ത് എടുത്തോണ്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ ഇത് ലാവണ്ടർ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. Can you hold it please? Thank you. ഇച്ചിരി നീളത്തിലുള്ള സ്റ്റെമ്മായിട്ട് തന്നെ കട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ കുപ്പിയിലോട്ട് വെക്കുമ്പം നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. നല്ല ബഞ്ചായിട്ട് ഇടയ്ക്കൂന്ന്. ഇതിനകത്ത് നിറച്ച് ബീസാണ്. നമ്മളിപ്പോ കൊച്ചു വന്നിട്ട് പറയാ ഇതിനകത്ത് നിറച്ച് ബീസാന്ന്, അവന് പേടിയായിപ്പോയി. ഞാൻ പറഞ്ഞു ഇല്ല, ബീസ് ഒന്നും ചെയ്യില്ലടാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോ കടിക്കുമായിരിക്കും. ഞാൻ ഇത്രയും നേരം ഇതിലെ കൂടെ നടന്നിട്ട് എന്നെ ഒന്നും ചെയ്തില്ല. നല്ല നല്ല മണമുണ്ട് കേട്ടോ. ഞങ്ങളിനി റിലാക്സ്ഡ് ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോവാട്ടോ. അതിന് വേണ്ടി വീട്ടിൽ നിറച്ച് സ്മെല്ല് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാ പറയണത്. നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യാന്ന്. അപ്പൊ കാണണം എന്താകുമെന്ന് നോക്കട്ടെ. നമ്മുടെ ലൈഫ് ഒത്തിരി വർക്കും ഫാമിലിയും എല്ലാം കൂടെ ലൈഫ് ബാലൻസ് ചെയ്തുകൊണ്ട് പോവല്ലേ. അപ്പോൾ
നമുക്ക് ഇടയ്ക്ക് ഒരു റിലാക്സ് ഫീലൊക്കെ വേണ്ടേ. അപ്പം ഇതൊക്കെ നമുക്കൊന്ന് വെച്ച് നോക്കാം എങ്ങനെയായിരിക്കുമെന്ന്. പിന്നെ എസെൻഷ്യൽ ഓയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ലാവണ്ടർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് കണക്ക് നമ്മൾ ഈ സ്പാ ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അവർ കൂടുതലായിട്ട് ഈ ലാവണ്ടർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ മസാജ് ചെയ്യാൻ നേരത്ത് അവർ ഈ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, ഒരു റിലാക്സിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. പറ്റുവാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ഒരു ലാവണ്ടർ ഫാം ഒക്കെ വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് കടകളിലൊക്കെ ഈസിലി നമുക്ക് ഇതൊക്കെ അവൈലബിൾ ആണ് ഇപ്പോഴത്തെ സമയത്ത് അല്ലേ. അപ്പൊ അങ്ങനെ പറ്റുന്നവര് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ എഫക്റ്റീവ് ആണെങ്കിലോ നിങ്ങളുടെ ലൈഫിൽ, അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞങ്ങള് നേരത്തെ ഓക്ലൻഡിലുള്ള കരാക്ക ലാവണ്ടർ ഫാമിൽ ഞങ്ങൾ പോയായിരുന്നു. അത് ഇച്ചിരിയും കൂടെ വലിയ ഫാമാ അല്ലേ. ഇത് ഹാമിൽട്ടണിലുള്ള ലാവണ്ടർ ബാക്ക്യാർഡ് ഗാർഡൻ കേട്ടോ. ഇത് ചെറുതാണ്, പക്ഷെ വളരെ ഭംഗിയാണ് കാണാൻ. പിന്നെ ഡിസംബർ ടൈമിലാണ്, ഡിസംബർ ടു ജനുവരി അല്ലെ ഡിസംബർ ജനുവരി ഫെബ്രുവരി, അതായത് സമ്മർ ടൈമിലാണ് ഇത് പ്രധാനമായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കിയിട്ട് അവൈലബിൾ ആയിട്ട്, ചില സ്ഥലങ്ങളിൽ അത് ക്ലോസ്ഡ് ആയിരിക്കും, ഓപ്പൺ ആണോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. നമുക്ക് എന്താ പറയാ, ഫാം സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ലാവണ്ടറിന്റെ ബഞ്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഇനി കളക്ട് ചെയ്തു, ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം. അതിന് മുമ്പ് ഞങ്ങളൊരു ലാവണ്ടർ ഐസ്ക്രീമും കൂടെ കഴിക്കാൻ വേണ്ടി കയറുന്നുണ്ട്. അപ്പം എല്ലാവരും വീഡിയോസ് ഒക്കെ കാണുക. പിന്നെ ലാവണ്ടർ ഫാം സന്ദർശിക്കാൻ പറ്റുന്നവർ ഇടയ്ക്കൊന്ന് സന്ദർശിക്കുക. പിന്നെ ലാവണ്ടർ എസെൻഷ്യൽ ഓയിലൊക്കെ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.